രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാധ്യമങ്ങളെ കാണും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറായി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമ പ്രവർത്തകരെ ഒളിച്ചു വെച്ച് എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാള് ഈ കാണിച്ച സകല നടപടികളും കോൺഗ്രസ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നതാണ്. ഇനി കുറെ പേരുണ്ട്, ഈ സദാചാര ഗുണ്ടകൾ, പെയ്ഡ് സെർവൻസ്, ഇയാളുടെ പണം വാങ്ങിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ, വനിതാ നേതാക്കന്മാരെ, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവിനെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ KPCCയെ അടക്കി ആക്ഷേപിച്ച കുറേ പേരുണ്ട്. വെട്ടുക്കിളികൾ, അവന്മാർക്കും വെട്ട് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടുക്കിളികളുടെ ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കോൺഗ്രസിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടുക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെട്ടുക്കിളികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കൂടി നേതൃത്വം തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില ഇനിയും കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീയിൽ ഒപ്പിടാൻ ഒരു പവർ ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ PM ശ്രീ. അത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള നടപടിയാണല്ലോ. LDF അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. K മുരളീധരൻ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കുടത്തിയുടെ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. ഇനിയിപ്പം ആ വിഷയത്തിൽ വലുതായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മറ്റു വിഷയങ്ങളിൽ ചർച്ച കേന്ദ്രീകരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുന്നിലുള്ള അജണ്ട എന്ന് പറയുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ